നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പ്രതിഷേധം, ഡിവൈഎഫ്ഐ SFI പ്രതിഷേധമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ആ ഒരു പ്രതിഷേധം കോളേജ് തലത്തിലെത്തിയിരിക്കുക. SN കോളേജിൽ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ SFI പോസ്റ്റർ പതിപ്പിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലുക്കൌട്ട് നോട്ടീസാണ് SN കോളേജിൽ SFI പ്രവർത്തകർ പതിപ്പിച്ചത്. ഇത് KSU പ്രവർത്തകർ കീറിയെറിയുകയും ഇതേ തുടർന്ന് കോളേജിൽ ഒരു സംഘർഷാവസ്ഥ ഉടലെടുക്കുന്ന സാഹചര്യമുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് മാതൃകയിലായിരുന്നു SFI പ്രവർത്തകർ പോസ്റ്റർ പതിപ്പിച്ചത്. ഇത് KSUവിനെ പ്രകോപിപ്പിക്കുകയായിരുന്നു. KSU പ്രവർത്തകയാണ് ആദ്യം പോസ്റ്റർ കീറി തുടങ്ങിയത്. ഇതോടെ SFI പ്രവർത്തകർ കൂകി വിളിക്കാൻ തുടങ്ങി. പിന്നാലെ മറ്റൊരു വിദ്യാർത്ഥിയും പോസ്റ്റർ കീറാൻ തുടങ്ങി. ഇതോടെ ഉന്തും തള്ളുമുണ്ടായി. അതൊരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെടുകയായിരുന്നു. കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിലും SFI പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഫൂട്ടോൺ രാഹുൽ എന്ന പേരിലായിരുന്നു SFI യൂണിറ്റ് പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. കോളേജ് കവാടത്തിന് മുന്നിൽ വഴിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ഫോട്ടോ പതിച്ച പോസ്റ്ററിൽ ചവിട്ടി നടന്നാണ് വിദ്യാർത്ഥിനികൾ പ്രതിഷേധിച്ചത്. രാഹുലിനെതിരെയുള്ള പ്രതിഷേധമൊക്കെ കോളേജ് തലത്തിലൊക്കെ വർദ്ധിക്കുകയാണ്. SFI ഇപ്പോൾ വലിയ രീതിയിലുള്ള ഇത്തരത്തിൽ ലുക്കൌട്ട് നോട്ടീസ് മാതൃകയിൽ അടക്കമുള്ള ഒരു പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. പോസ്റ്റർ കീറിയതിന്റെ പേരിൽ കോളേജിലെ SFI KSU പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. അതൊരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെടുന്ന തരത്തിലേക്ക് നീങ്ങി. എന്തായാലും വലിയൊരു സംഘർഷത്തിലേക്ക് പോകാതെ തന്നെ അത് അവസാനിക്കുകയും ചെയ്തു. അതേസമയം ലൈംഗിക പീഡന കേസിൽ കോടതി ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോൺഗ്രസ് പുറത്താക്കിയിരുന്നു. രാഹുലിനെ പുറത്താക്കാനുള്ള തീരുമാനം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് നേരത്തെ തന്നെ ഹൈക്കമാൻഡിനോട് വ്യക്തമാക്കിയിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതോടെയാണ് രാഹുലിനെ പുറത്താക്കിയത്. തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. നടപടിക്രമങ്ങളുടെ കാലതാമസമാണ് രാഹുലിനെ പുറത്താക്കുന്ന കാര്യത്തിൽ ഉണ്ടായതെന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞു. അല്ലാതെ കോടതി വിധി കാത്തുനിന്നതല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായാണ് തീരുമാനമെടുത്തതെന്നും MLA സ്ഥാനം രാജിവെക്കണമെന്ന് തീരുമാനിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്നും തിരഞ്ഞെടുപ്പിൽ രാഹുൽ വിഷയം തിരിച്ചടിയാകില്ല എന്നതടക്കമുള്ള നിർണായക പ്രതികരണവും അദ്ദേഹം നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ നമുക്കറിയാം, ഈ രാഹുലിന് ജാമ്യം നിഷേധിക്കുന്നു, അതുമാത്രമല്ല പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ DYFI SFI പ്രതിഷേധം രാഹുലിനെതിരെ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പൊതിച്ചോറുമായി കോടതി പരിസരത്ത് DYFI പ്രവർത്തകർ എത്തിയതും ഏറെ ശ്രദ്ധേയമായിരുന്നു. രാഹുൽ ഇന്ന് പട്ടിണി കിടക്കേണ്ടി വരില്ലെന്നും DYFI പൊതിച്ചോറ് കൊടുക്കുമെന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരാകും എന്ന വിവരം കിട്ടിയതിനെ തുടർന്ന് കോടതി പരിസരത്ത് ഒത്തുകൂടിയ DYFI പ്രവർത്തകർ പറഞ്ഞത്. DYFIയുടെ പൊതിച്ചോറ് അനാശാസ്യമാണെന്ന് പറഞ്ഞ രാഹുലിനെതിരായ പ്രതിഷേധമായിരുന്നു ആളിക്കത്തിയത്. കേരളത്തിൽ 77ഓളം ആശുപത്രികളിൽ ദിവസം 47,000 പൊതിച്ചോറ് DYFI വിതരണം ചെയ്യുന്നുണ്ട്. ആ പൊതിച്ചോറിനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അനാശാസ്യ പ്രവർത്തനം എന്ന് പറഞ്ഞത്. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പട്ടിണി കിടക്കേണ്ടി വരില്ല. DYFI രാഹുലിന് പൊതിച്ചോറ് കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണെന്നും DYFI നേതാക്കൾ പറഞ്ഞു. രാഹുൽ കീഴടങ്ങിയേക്കുമെന്ന് റിപ്പോർട്ട് വന്നതിന് പിന്നാലെ ഹോസ്ദുർ കോടതി പരിസരത്ത് വലിയ പോലീസ് സന്നാഹമായിരുന്നു ഉണ്ടായിരുന്നത്. കോടതി സമയം അവസാനിച്ചിട്ട് ജഡ്ജി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ കോടതിയിൽ തുടർന്നിരുന്നു. പിന്നീട് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരാകില്ല എന്ന വിവരം കിട്ടുന്നു. എല്ലാവരും പിരിഞ്ഞു പോവുകയും ചെയ്തു. എന്തായാലും ഇത്രയും ദിവസം 10 ദിവസമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. രാഹുൽ കീഴടങ്ങുമോ എന്ന ചോദ്യത്തിനും ഒരു ഉത്തരമില്ല. കീഴടങ്ങില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. അവിടെയും തള്ളിയാൽ, ജാമ്യാപേക്ഷ തള്ളിയാൽ അടുത്തെന്താണ് രാഹുലിന്റെ നീക്കം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. നമുക്കറിയാവുന്ന പോലെ തന്നെ രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ വാഗ്വാദങ്ങൾ ഉണ്ടാകും, വെല്ലുവിളികൾ ഉണ്ടാകും, വിമർശനങ്ങളുണ്ടാകും. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ 2 കാര്യങ്ങൾ പറഞ്ഞത് അത് DYFI SFI ഒക്കെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, മുഖ്യമന്ത്രിയെ എടാ വിജയ എന്ന രീതിയിലുള്ള അഭിസംബോധന നടത്തിയത്. മാത്രമല്ല രണ്ടാമത്തേത് പൊതിച്ചോറിനെതിരെ രാഹുൽ നടത്തിയ, DYFI ആശുപത്രികളിൽ വിതരണം ചെയ്യുന്ന പൊതിച്ചോറിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പ്രസ്താവന. ഇതൊരിക്കലും മാപ്പർഹിക്കുന്നില്ല എന്ന നിലപാടാണ് തീർച്ചയായിട്ടും അവർക്കുള്ളത്. ലൈംഗിക പീഡനക്കേസ് നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ തെരുവിൽ നേരിടുമെന്ന വെല്ലുവിളിയുമായി ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തിലങ്കേരി രംഗത്ത് വന്നിരുന്നു. DYFIയുടെ പൊതിച്ചോറ് അനാശാസ്യമാണെന്ന് പറഞ്ഞ നിന്റെ പുഴുത്ത നാവ് ഞങ്ങൾ മറന്നിട്ടില്ല. തെരുവിൽ നേരിടുമ്പോൾ ഒരു അനുകമ്പയും പ്രതീക്ഷിക്കേണ്ടെന്നും ആകാശ് തിലങ്കേരി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഭീഷണിപ്പെടുത്തിയിരുന്നു.
ആകാശ് തില്ലങ്കേരിയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: കുഞ്ഞനന്തൻ ചത്തു, ഡിവൈഎഫ്ഐ പൊതിച്ചോർ അനാശാസ്യമാണ്. ഇതൊക്കെ പറഞ്ഞ് നിന്റെ പുഴുത്ത നാവ് ഞങ്ങൾ മറന്നിട്ടില്ല. ഒപ്പമുള്ള 4 സൈബർ ഞരമ്പന്മാരുടെ ബലത്തിൽ നീ തൊട്ടതൊക്കെ ഞങ്ങളുടെ വൈകാരികതയിലാണ്. നിന്നെ ഞങ്ങൾ താഴെ ഇറക്കും, തെരുവിൽ നേരിടും. ഒരു അനുകമ്പയും നീ പ്രതീക്ഷിക്കേണ്ട എന്നായിരുന്നു ആകാശ് തില്ലങ്കേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്തായാലും രാഹുൽ മങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് SFI DYFI. രാഹുൽ മങ്കൂട്ടത്തിലെ 2 ദിവസത്തിനകം അന്വേഷണ സംഘം പിടികൂടാൻ സാധ്യതയുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും ഹൈക്കോടതി. 10ാം ദിവസം ഒളിവിലാണ്. രാഹുൽ മങ്കൂട്ടത്തിലെ 2 ദിവസത്തിനകം അന്വേഷണ സംഘം പിടികൂടാനാണ് സാധ്യത എന്ന വിവരമാണ് പുറത്തുവരുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പ് രാഹുലിനെ അറസ്റ്റ് ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ കഠിന ശ്രമം. ബലാത്സംഗ കേസിൽ രാഹുൽ മങ്കൂട്ടത്തിൽ MLA സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്ന് തള്ളുമോ അതോ ജാമ്യം നൽകുമോ ചോദ്യം ബാക്കിയാവുകയാണ്. ജസ്റ്റിസ് K ബാബുവിന്റെ ബെഞ്ച് 32ാമത്തെ ഐറ്റമായിട്ടാണ് കേസ് പരിഗണിക്കുക. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം കോടതി തള്ളിയിരുന്നു. ഇതേ തുടർന്നാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങാതെ നിയമ പോരാട്ടം നടത്താനാണ് രാഹുലിന്റെ നീക്കം. അതേസമയം തനിക്കെതിരെ ഉയർന്ന ആരോപണം ബലാത്സംഗമായി കണക്കാക്കാനാകില്ല, പരാതി നൽകിയത് യഥാർത്ഥ രീതിയിലൂടെയല്ല എന്നതടക്കമുള്ള വാദങ്ങൾ ഹർജിയിൽ രാഹുൽ മങ്കൂട്ടത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. യുവതി മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയത്, കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്നതടക്കമുള്ള ആവശ്യവും ഹർജിയിൽ രാഹുൽ മങ്കൂട്ടത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ലൈംഗിക ബന്ധം ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ഉണ്ടായതെന്നും വർഷങ്ങളോളം നീണ്ടുനിന്ന ബന്ധം തകർന്നപ്പോൾ ബലാത്സംഗ കേസായി മാറ്റിയതാണെന്നും ഹർജിയിൽ രാഹുൽ പറയുന്നു. പാലക്കാടും തമിഴ്നാട്ടിലും കർണാടകയിലും രാഹുലിനായി ഊർജിത അന്വേഷണം നടത്തുകയാണ് പോലീസ്. രാഹുലിനെതിരെയുള്ള 2ാമത്തെ ബലാത്സംഗ കേസിൽ പരാതിക്കാരി മൊഴി നൽകാമെന്ന് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. പോലീസ് അയച്ച ഇമെയിലാണ് മറുപടി നൽകിയത്. 2ാമത്തെ ബലാത്സംഗ കേസ് അന്വേഷിക്കാൻ SP G പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അതേസമയം രാഹുൽ മങ്കൂട്ടത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിനെയും ഡ്രൈവറെയും കേസിൽ പ്രതി ചേർത്തു. ഫസൽ, ആൽവിൻ എന്നിവരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. രാഹുലിനെ രക്ഷപ്പെടാൻ ഇവർ സഹായിച്ചെന്നും ബാഗല്ലൂരിൽ രാഹുൽ എത്തിച്ചത് ഇവരൊന്നിച്ചാണെന്നും പോലീസ് വ്യക്തമാക്കുന്നു. ഇരുവർക്കും നോട്ടീസ് നൽകി വിട്ടയച്ചു. അമേസ് കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാഹുൽ മങ്കൂട്ടത്തിൽ MLA ഒളിവിൽ പോകാൻ സഹായിച്ചെന്ന് ആരോപിച്ച് പ്രത്യേക സംഘം ഇരുവരെയും കസ്റ്റഡിയിലെടുത്തിരുന്നു. തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിലായിരുന്നു ഇരുവരെയും ഒരു ദിവസം കസ്റ്റഡിയിൽ വെച്ചത്. ഇരുവരെയും പോലീസ് നിയമവിരുദ്ധമായി കസ്റ്റഡിയിലെടുത്തെന്ന് ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു. ഫസൽ അടക്കമുള്ളവർ എവിടെയെന്ന് ബന്ധുക്കളെ അറിയിക്കാൻ നടപടി വേണമെന്നായിരുന്നു DGPക്ക് പരാതി നൽകിയത്. പരാതി വന്നതോടെ മൊഴി രേഖപ്പെടുത്തി വിടുകയായിരുന്നു എന്നാണ് ഫസൽ അബ്ബാസ് വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.